റോഡുകളുടെ ശോച്യാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. നജീബ് കാന്തപുരം MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയം ഒഴിവാക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. വഴി നടക്കാനുള്ള അവകാശം സർക്കാർ നിഷേധിക്കുകയാണെന്ന് നജീബ് കാന്തപുരം നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയെപ്പോലെ റൂട്ട് മാറ്റാൻ പറ്റുമോ എന്നും നജീബ് കാന്തപുരം പരിഹസിച്ചു. സംസ്ഥാനത്തെ ഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് മറുപടി നൽകി. ദേശീയപാതയുമായി ബന്ധപ്പെട്ട റോഡുകളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൂടോത്രത്തിന്റെ പേരിലും റോഡ് കീറുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു. ബഹുമാന്യനായ മുഖ്യമന്ത്രി കുഴിയില്ലാത്ത റോഡിലൂടെ തൃശ്ശൂരിലേക്ക് പോകാൻ 16 കിലോമീറ്ററാണ് സാർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന മുഖ്യമന്ത്രി എന്തേ കേച്ചേരി റോഡ് ഒഴിവാക്കിയത്? വടക്കാഞ്ചേരി വഴി തൃശ്ശൂരിലേക്ക് ചുറ്റിവളഞ്ഞ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പോയത് കുഴികൾ മറികടക്കാനാണ് സാർ. സാധാരണക്കാർക്ക് ഇങ്ങനെ റൂട്ട് മാറിപ്പോകാൻ കഴിയുമോ സാർ? അവർക്ക് എസ്കോർട്ടും പൈലറ്റും ഇല്ല സാർ. സാർ, ഈ പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ, ചിലത് വൈദ്യുതി ലൈനിന് കയറുന്നുണ്ട് സാർ, ചിലത് ട്രാഫിക് ലൈനിന് കയറുന്നുണ്ട്, സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ, ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ. ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട്. ആ കുഴിയായി മാറുന്ന റോഡുകൾ, കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് മന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു നിയമസഭയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് റോഷിപാൽ. വഴിയെ ചൊല്ലിയുള്ള തർക്കം, അത് വഴി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് റിപ്പോർട്ടർ പലയിടങ്ങളിൽ നിന്ന് തത്സമയം കാണിച്ചു കൊടുത്തതാണ്. മുഖ്യമന്ത്രി റൂട്ട് മാറിപ്പോയപ്പോൾ ആ മാറിപ്പോയ റൂട്ട് എങ്ങനെയാണ് കിടക്കുന്നത് എന്നതും കേരളം കണ്ടതാണ്. നിയമസഭയിൽ ഈ വിഷയം വരുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റെടുത്തത്? സുജയ, ദേശീയപാതയും സംസ്ഥാന പാതകളും അടക്കം തകർന്നു കിടക്കുന്നത് പാതകളുടെ ശോച്യാവസ്ഥയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. അത് സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായി ഇടപെട്ട് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല എന്നത് ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, കരാറുകാർക്ക് കോടികളുടെ കുടിശ്ശിക, ചരിത്രത്തിലില്ലാത്ത നിലയിൽ കരാറുകാർക്ക് കുടിശ്ശിക സർക്കാർ വരുത്തിവെച്ചു. ആ വിഷയത്തിന് പരിഹാരമാകുന്നില്ല. അതുകൊണ്ട് തന്നെ കരാറുകാർ കൃത്യസമയത്ത് പണികൾ എടുക്കാൻ തയ്യാറാകുന്നില്ല, പ്രവൃത്തി പൂർത്തിയാക്കാൻ തയ്യാറാകുന്നില്ല. MLA-മാർ പോലും നിർബന്ധിക്കേണ്ടി വരുന്ന ഒരു ചരിത്രപരമായി ആദ്യമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യം ഒരുങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഉണ്ടാവുകയും, ഏതായാലും സംസ്ഥാനത്ത് തലസ്ഥാനം ഉൾപ്പെടെ സ്മാർട്ട് സിറ്റിയായി മാറുമ്പോൾ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഒപ്പം ഈ റോഡ് കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും സഭയിൽ ചർച്ചയാകുന്ന സാഹചര്യമുണ്ടായി. കാരണം റോഡ് ഈ വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തത് കാരണം ഈ പണി പൂർത്തിയാക്കുമ്പോൾ റോഡ് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ KSEB അത് കുഴിക്കുന്നു. അത് കൃത്യമായി ആ പണി ചെയ്യില്ല. കുഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് പഴയ അവസ്ഥയിൽ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നില്ല. അതിൻ്റെ അപാകത കൂടി മന്ത്രി പറഞ്ഞു. ഇനി PWD നേരിട്ടായിരിക്കും ഈ കുഴിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കുക. മറ്റ് അതേ ക്വാളിറ്റിയിൽ അതേ സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ പണി പൂർത്തിയാക്കിയാൽ മാത്രമേ, ഇല്ലെങ്കിൽ അത് പ്രശ്നമായി മാറുമെന്ന് വകുപ്പ് വിലയിരുത്തിയെന്ന് പറഞ്ഞു. മന്ത്രിമാർ തമ്മിൽ ഏകോപനമുണ്ട്, വകുപ്പുകൾ തമ്മിൽ ഏകോപനമുണ്ട് എന്ന വാദമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പക്ഷേ അത്തരത്തിൽ ഒരു ഏകോപനമില്ലെന്ന് പ്രതിപക്ഷം രൂക്ഷമായ വിമർശനമായി തന്നെ ഉന്നയിച്ചു. കാരണം മന്ത്രിമാർ തമ്മിൽ സൗഹൃദമുണ്ടാകാം, പക്ഷേ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അത്തരത്തിൽ ഏകോപനമില്ല. അതുകൊണ്ടാണ് റോഡിൽ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതും ആ കുഴികളായി നിലനിൽക്കുന്നതും. മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 16 കിലോമീറ്റർ റൂട്ട് മാറിപ്പോയത് നജീബ് കാന്തപുരം പരാമർശിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പോയതുപോലെ റൂട്ട് മാറിപ്പോകാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല എന്ന വിമർശനമാണ് ഉയർത്തിയത്. ഒപ്പം റോഡിലെ കുഴികൾ, ഓരോ ഇടങ്ങളിലെയും പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളുടെ അവസ്ഥ അത് എണ്ണിയാണ് നജീബ് കാന്തപുരം അടിയന്തര പ്രമേയ നോട്ടീസിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും പ്രശ്നങ്ങളില്ല, ഗതാഗത യോഗ്യമാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും എന്ന വാദമാണ് പൊതുമരാമത്ത് മന്ത്രി ഉന്നയിച്ചത്. റോഷിപാൽ, ഇപ്പോൾ ഇതിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നല്ലേ സ്പീക്കർ പറഞ്ഞത്? അതിന് കാരണമായി എന്താണ് പറഞ്ഞത്? അതോടൊപ്പം തന്നെ K. സുധാകരന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കൂടോത്ര ദൃശ്യത്തെക്കുറിച്ചുള്ള ഒരു റഫറൻസും കണ്ടല്ലോ മന്ത്രിയുടെ വാക്കുകളിൽ.
സുജയ, മന്ത്രിയുടെ വിശദീകരണത്തിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചത്. മന്ത്രിയുടെ വാദം ഇതാണ്: സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും ഗതാഗത യോഗ്യമാണ്, വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല. ഇത് ഈ തരത്തിൽ ഒരു ചർച്ച ചെയ്യേണ്ട, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു അടിയന്തര പ്രാധാന്യം ഈ വിഷയത്തിനില്ല എന്ന വിശദീകരണമാണ്. അതിലാണ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയും ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന KPC അധ്യക്ഷൻ്റെ വീട്ടിലെ കൂടോത്രവുമായി ബന്ധപ്പെട്ട ആ വിവാദമാണ് ഈ പ്രസംഗത്തിനിടയിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് പരിഹാസ രൂപേണ പരാമർശിച്ചത്. റോഡുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പല ആവശ്യങ്ങൾക്ക് റോഡുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കൂടോത്രത്തിൻ്റെ ആവശ്യത്തിനും റോഡ് പൊളിക്കുന്നുണ്ട് എന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പരാമർശിച്ചത്. സുജയ. ആർ റോഷിപാലാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വഴി പൊളിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത് നിജം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിയമസഭയിൽ അതേക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ എങ്ങനെയാണ് നടന്നതെന്ന് നമ്മൾ കണ്ടു. ആളുകൾക്ക് വഴി നന്നായി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച് ആളുകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതും സർക്കാർ പരിഗണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.